നിലകണ്ഠൻ, നമ്മൾ ശബരിമല ഇനി ആരിലേക്കൊക്കെ നീങ്ങും എന്നൊരു ചർച്ച നമ്മൾ ചെയ്തു. പക്ഷേ ജനങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അടുത്ത കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്, അതിൽ CPM തന്നെ അധികാരത്തിൽ വരും എന്ന് വിചാരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതിൽ കാരണങ്ങൾ പ്രധാനം കോൺഗ്രസ് അത്ര ഒരു ഡിവൈഡഡ് ഹൗസ്, അത്ര നല്ല രീതിയിലല്ല കോൺഗ്രസ്. പിന്നെ കോൺഗ്രസിന് വലിയ പണമില്ല, പണം സ്വരൂപിക്കാനുള്ള ശക്തിയൊന്നും പഴയ പോലെയില്ല, ശേഷിയില്ല, നേതൃത്വത്തിൽ പിണക്കങ്ങളുണ്ട് എന്നൊക്കെയാണ്. പക്ഷെ എപ്പോഴും തെരഞ്ഞെടുപ്പ് ബലം അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മളുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെയല്ല. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ശബരിമലയിലെ ആ യുവതി പ്രവേശവുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ആരിഫാണ് ജയിച്ചത്, ഒറ്റ സീറ്റ്. അപ്പോൾ ഇപ്പൊ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഇടതുപക്ഷത്തിന് മുൻകൈ ഉണ്ടാവും. കാരണം പ്രാദേശിക കാരണങ്ങൾ എപ്പോഴും അതിനെ ഏച്ചണമെന്നില്ല. അതുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ CPM തന്നെ മുൻതൂക്കം വരാം. BJP ആദ്യമായിട്ടായിരിക്കും എല്ലാ പഞ്ചായത്തിലും ഒക്കെ ഒരുമാതിരി മലപ്പുറം വെച്ച് എല്ലാ സകലയിടത്തും ഒക്കെ മത്സരിക്കുന്നത്. അവർ കുറച്ച് ഭേദപ്പെടുത്താനും സാധ്യതയുണ്ട്. 7% വോട്ട് എന്നൊക്കെ ഉള്ളത് ഭേദപ്പെടാം. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM വീണ്ടും 3-ാം ഊഴം അതിന് കിട്ടും എന്ന് നിലകണ്ഠൻ കരുതുന്നുണ്ട്. നമ്മളിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പറഞ്ഞു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പറഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ 3 തെരഞ്ഞെടുപ്പിലും ആളുകൾ വോട്ട് ചെയ്യുന്ന ഓരോ പ്രത്യേക പാറ്റേണിലാണ്. ഇത് 3 ഒരുമിച്ച് വെച്ചാൽ എന്തുണ്ടാവും എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ 3 തെരഞ്ഞെടുപ്പിലും ആളുകളുടെ ഫോക്കസ് ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു സംഘടനാശേഷി CPM ഇപ്പോഴും ഉണ്ട്. താഴെത്തട്ട് പല കാരണങ്ങൾ കൊണ്ടാവാം, ഇപ്പോഴും ഉണ്ട്. ആ സംഘടനാശേഷി അവർക്ക് വളരെ പ്രധാനമാണ്. മാത്രമല്ല, ഈ താഴെത്തട്ടിൽ പഞ്ചായത്തുകൾ ഇപ്പോൾ ഭൂരിപക്ഷവും ഭരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചില സ്വാധീനങ്ങൾ, ചില അഴിമതി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, സ്വാധീനങ്ങൾ ഉണ്ടാവാം. മൂന്നാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം താഴെത്തട്ടിലെത്തുമ്പോൾ അവർ അടി കൂടുതലാണ്. മുകളിലുള്ളേക്കാൾ കൂടുതൽ അടി സാധാരണ താഴെത്തട്ടിലുണ്ടാവാറുണ്ട്. ഈ 3 ഘടകങ്ങളും ഇതിനൊപ്പം തന്നെ പ്രൊഫഷണൽ ഇലക്ഷൻ മാനേജ്മെൻറ്റ്, ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം, അത് വളരെ പ്രധാനമായി ഇതിൽ. കാരണം ഒരു സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ ചിലപ്പോൾ ഒരു പഞ്ചായത്ത് പോകും, ചിലപ്പോൾ ഒരു ബ്ലോക്ക് പോകും, ചിലപ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് പോകും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ഥാനാർത്ഥി നിർണയം, അതിലൊക്കെ പറ്റുന്ന സ്ഥാനാർത്ഥികളെ കൊണ്ടുവരിക. പ്രത്യേകിച്ച് 50% വനിതകളാണ്. 50%ത്തിലും പറ്റിയ വനിതകളെ കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ CPM എപ്പോഴും ഒരുപടി മുമ്പിലാണ് കണ്ടിട്ടുള്ളത്. കാരണം ഒരു പ്രൊഫഷണലാണ്. ഇപ്പോൾ കുടുംബശ്രീ അതുപോലെയുള്ള ഇടപാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ സ്ത്രീകളാണ് 50% എന്നുള്ളതുകൊണ്ട് നല്ല സ്ത്രീ സ്ഥാനാർത്ഥികളെ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത് CPM പിന്നെ അവരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ആ അർത്ഥത്തിലുണ്ട്. ഇത് നമ്മൾ പറയുമ്പോൾ പോലും പ്രാദേശിക ഘടകങ്ങളുണ്ട്, അവരുടെ ശേഷിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും തെരഞ്ഞെടുപ്പിനെ മൊത്തമായി ബാധിക്കുന്ന ഒരു ഫാക്ടറുണ്ട് കേരളം ഒട്ടക്ക്. ആ ഫാക്ടർ എന്താണ് എന്നുള്ളത്, അത് ആൻറ്റി ഇൻകംബൻസി ആണോ, അതോ ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നതാണോ, അതോ 2018-20 നമ്മൾ കണ്ടു ശക്തരായൊരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ട്. ഏത് പ്രളയം വന്നാലും, കൊടുങ്കാറ്റ് വന്നാലും, കോവിഡ് വന്നാലും പിടിച്ചു നിർത്തുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ട് എന്നൊരു ഇമേജാണ് അന്ന് കൊടുത്തത്. ഇമേജേ ഇല്ലല്ലോ ഇപ്പം. അല്ല, അത് വേറെ പ്രശ്നം. ഞാൻ അതാ പറഞ്ഞത്. അന്ന് തെരഞ്ഞെടുപ്പിനെ ആകെ സ്വാധീനിച്ചിരുന്ന ഒരു ഇമേജ് അതാണ്. എല്ലാ സ്ഥലത്തും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ്റെ പടമാണ് വെച്ചിരുന്നത്, എല്ലാ സ്ഥലത്തും. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം, രാമേന്ദ്രൻ നോട്ട് ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ പടം വെച്ച സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ വളരെ കുറവായി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. സാധാരണ ആദ്യം പിണറായി വിജയൻ്റെ വലിയ പടം, എന്നൊരു സ്ഥാനാർത്ഥിയുടെ ചെറിയ പടം, അങ്ങനെയാണ് സാധാരണ. ഇതെൻ്റെതല്ല, എൻ്റെ ഫിഗർ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ സമയത്തും പല സ്ഥലത്തും VS-ന്റെ പടം വെക്കുക. VS-ന്റെ പടം വയ്ക്കും, പക്ഷേ പിണറായിയുടെ പടം വയ്ക്കില്ല. VS-ന്റെ പടം വെച്ചു, യെച്ചൂരിയുടെ പടം വെച്ചു, അതൊക്കെ വെച്ചു, AKജിയുടെ പടം വെച്ചു. പക്ഷെ പിണറായി വിജയൻ്റെ പടം ഏറ്റവും കുറവ് കണ്ടല്ലോ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2024. പാർട്ടിക്കാർക്കും കുറച്ച് വിവരമൊക്കെ ഉണ്ടല്ലോ താഴെത്തട്ടിൽ. അപ്പോൾ അതൊന്ന്. ഈ പിണറായി വിജയൻ തന്നെ ഒരു മെയിൻ പ്രചാരകനാവുമോ, അതാണോ വോട്ട് ക്യാച്ചിങ് എന്നുള്ള ചോദ്യത്തിന് അല്ല എന്ന് പാർട്ടി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട് 2024 തന്നെ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ ആകെ ബാധിക്കുന്ന ഘടകങ്ങൾ ശബരിമലയാണോ, അല്ലെങ്കിൽ കരുവന്നൂർ പോലെയുള്ള കൊള്ളകളാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ PM ശ്രീ പോലെയുള്ള പ്രശ്നങ്ങളാണോ, നിരവധി കാര്യങ്ങളുണ്ടല്ലോ. ഇതാണോ ബാധിക്കുക, അച്ഛാ ആൻറ്റി ഇൻകംബൻസി ആണോ ബാധിക്കുക, അല്ല ഇപ്പോൾ കൊടുക്കുന്ന പെൻഷനും മറ്റു കാര്യങ്ങളാണോ ബാധിക്കുക. ഇതാണിത് ഒരു താരതമ്യമുള്ളത്. ഇപ്പോൾ കുറേ പേർക്ക് പെൻഷൻ കൊടുത്തു, അതുകൊണ്ടെന്നാൽ കുറേ ആളുകൾ വോട്ട് ചെയ്തേക്കാന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ചോദ്യം ഇതിലേതിന് അപ്പർ ഹാൻഡ് വരുന്നതനുസരിച്ചിരിക്കും ഒരു വിജയം.
അപ്പം അതുകൊണ്ട് പ്രാദേശിക ഘടകങ്ങൾ കുറെ വർക്ക് ചെയ്യുമെങ്കിലും അതിനെ ഓവർകം ചെയ്യുന്ന തരത്തിൽ ഈ ഘടകങ്ങൾ വരികയാണെങ്കിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ല, പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പോലും. കാരണം കുറേ ആളുകൾ ഡിജക്റ്റഡായി വോട്ട് ചെയ്യാതിരിക്കും. ചില ആളുകൾ പോയി ഇതൊക്കെ പറഞ്ഞാലും ശരി ചെയ്യാം, എൻ്റെ വീട്ടുകാരോ എൻ്റെ വേണ്ടപ്പെട്ടവരോ നിൽക്കണമെന്ന് വെച്ചാൽ ഞാൻ ഏത് പാർട്ടിയിലും ചെയ്യും. അത് ക്രോസ് വോട്ടും വരും. ഇപ്പോൾ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒന്നിച്ചാണല്ലോ വോട്ട്. 3 പാർട്ടിക്ക് ഇത് വോട്ട് ചെയ്യുന്നവർ എനിക്കറിയാം. ഗ്രാമപഞ്ചായത്തിൽ ചിലപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യും, ബ്ലോക്ക് പഞ്ചായത്തിൽ ചിലപ്പോൾ BJPക്ക് വോട്ട് ചെയ്യും, ജില്ലാ പഞ്ചായത്തിൽ CPM വോട്ട്, അല്ലെങ്കിൽ തിരിച്ചു. കാരണം എന്താ? ഇതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ജില്ലാ പഞ്ചായത്താണ് കുറെ കൂടി പൊളിറ്റിക്കൽ. ജില്ലാ പഞ്ചായത്തിൽ ആര് നേടുന്നു എന്നുള്ളതാണ് കുറച്ചുകൂടി പൊളിറ്റിക്കൽ. അത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് വളരെ അടുത്ത് വരുന്നതാണ്. കാരണം ഇത്ര ജില്ലാ പഞ്ചായത്തുകൾ ചേർന്നായിരിക്കും സാധാരണഗതിക്ക് ഒരു നിയമസഭ. കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് കാണിക്കുന്ന ഒരു പ്രധാന ഘടകം. അതിലാണ് ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരിക. ഏത് ഈ ശബരിമല അടക്കമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരിക. അവിടെ വ്യക്തി ഘടകം വളരെ കുറവാണ്, കൂടുതൽ പൊളിറ്റിക്കൽ വോട്ടാണ്. കാരണം അങ്ങനെ അറിയൂല ആളുകൾ. അപ്പോൾ അത് ഒന്ന് ഈ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതൊക്കെ മാറും, പ്രാദേശികം മാറും, എല്ലാം മാറും. അത് വരുമ്പോൾ ക്ലിയർ പൊളിറ്റിക്കൽ വോട്ട് വരും. കുറച്ചൊക്കെ വ്യക്തി വരില്ല എന്ന് പറയുന്നില്ല. ഇപ്പം ചില സ്ഥാനാർത്ഥികൾ അവിടെ നിന്നാൽ അയാൾ എന്തായാലും ജയിക്കുന്ന ചില സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നിയമസഭയിൽ പോലും ഇപ്പോൾ വലിയ കാറ്റ് ഇടതുപക്ഷത്തിന് അനുകൂലമായി അടിക്കുമ്പോഴും ജയിച്ച UDF സ്ഥാനാർത്ഥികളുണ്ട് കേരളത്തിൽ. അതിനു മുമ്പ് തിരിച്ച്, അതായത് ഇപ്പോൾ കുണ്ടറയും കരുനാഗപ്പള്ളിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണങ്ങളാണ്. കുണ്ടറയിൽ മേഴ്സിക്കുട്ടി തോൽക്കുന്നു, കരുനാഗപ്പള്ളിയിൽ രാമേന്ദ്രൻ തോൽക്കുന്നു, മറ്റേ ഇയാൾ ജയിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ട്, അത് വ്യക്തിപരമായ ഘടകങ്ങൾ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം പ്രധാന ചർച്ചാ വിഷയമാവും. അതിൽ ഇപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ പോലും CPI-CPM ബന്ധം ഒരു പ്രശ്നമാണ്, ഒരു തർക്ക വിഷയമായിട്ട് നിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. എൻ്റെ ചോദ്യം, ശബരിമല ഈ CPM-നെ അട്ടപ്പട്ടലം പിച്ച് ചീന്തുന്ന ഒരു വിഷയമായിട്ട് ഉയർന്നു വരില്ലേ എന്നുള്ളത് തന്നെ. അല്ല, അത് 2 കാരണം കൊണ്ട് 2 രീതിയിൽ അതിനെ കാണാം. ഒന്ന്, പൊതുവെ ഇപ്പോൾ രാഷ്ട്രീയ അഴിമതി എന്ന് പറയുന്നത് ആളുകൾ അത്ര വലിയൊരു ഗംഭീര വിഷയമായിട്ട് എടുക്കുന്നില്ല. അത്ര അർത്ഥത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ വൈകാരികത അഴിമതിക്ക് സമൂഹത്തിൽ കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അഴിമതി, പക്ഷേ ശബരിമല അഴിമതി ആയതുകൊണ്ട് അവിടെയാണ് പ്രശ്നം. ഇത് 2 ചേർന്നൂടെ. ഇവിടെ വിശ്വാസവും അഴിമതിയും ഒന്നിച്ചു ചേർന്ന ഒരു ഘടകമാണ്. തീർച്ചയായും അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായൊരു ഫാക്ടറായിരിക്കും തന്നെ ഞാൻ വിചാരിക്കുന്നത്. കേവലം ഒരു വിശ്വാസത്തിൻ്റെ ആവേശം മാത്രമല്ല, സർക്കാരിനെ ജനങ്ങൾ, ഭക്തന്മാർ, കേരളത്തിനകത്തും പുറത്തുള്ള ഭക്തന്മാരെ ഏൽപ്പിച്ച സമ്പത്ത് സംരക്ഷിക്കാൻ കഴിയാത്തൊരു സർക്കാരാണ്. പണ്ട് കോവിഡിൽ ജനങ്ങളെ സംരക്ഷിച്ചു, പ്രളയത്തിൽ സംരക്ഷിച്ച ഒരു സർക്കാരിന് ശബരിമല സ്വത്ത് പോലും സംരക്ഷിക്കാൻ കഴിയാത്തൊരു മുഖ്യമന്ത്രിയോ ഒരു സർക്കാരോ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാവും തന്നെയാണ്. ഞാൻ ഇനിയിപ്പോൾ 2-3 മാസം കൊണ്ട് ഇത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും എന്നറിയില്ല. അത് ശരിക്കും ലോക്സഭ പക്ഷെ ആ സമയത്ത് പ്രകമ്പനം നിലച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അല്ല, ഇനിയിപ്പോൾ പ്രകമ്പനം നിലച്ചില്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കടകംപള്ളിയിലേക്ക് അറസ്റ്റ് ചെന്നാൽ ഇതെല്ലാം തീർന്നു. പിന്നെ CPM-ന് നോ ഡിഫൻസ്, പിന്നെ ഡിഫൻസ് ഒന്നുമില്ലല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല കടകംപള്ളി എന്നുള്ളതൊന്നും ഇതിൽ വിഷയമല്ല. കടകംപള്ളി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പത്മകുമാർ വന്നപ്പോൾ തന്നെ മുൻ MLA ആണ്, പാർട്ടിയുടെ ഉന്നത നേതാവാണെന്ന് വന്നതോടുകൂടി പാർട്ടി ഡിഫൻസീവിലായി. അത് മാത്രമല്ല, ബാക്കി എല്ലാവരെയും കാര്യത്തിലും ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യമല്ലേ ഇപ്പം പറഞ്ഞ്, അക്യൂസ്ഡ് അല്ലേ, കുറ്റം ശിക്ഷ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന്. അതെന്ത് കഥ? ഇതിൽ ഒരു വലിയ ഗൂഢാലോചനയിൽ, വലിയൊരു കൊള്ളയിൽ പങ്കാളിയാണ് എന്ന് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം എന്ന് വെച്ചാൽ അതിലൊരു ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്താൽ എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ചുമതലയുണ്ട് SITക്ക്. വെറുതെ പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, രാഷ്ട്രീയ ആവശ്യം കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജുഡീഷ്യൽ റിവ്യൂ ഇക്കാര്യത്തിൽ രേഖകൾ വെച്ച് വാദം നടന്നിട്ടില്ലെങ്കിൽ പോലും ഒരു ജുഡീഷ്യൽ റിവ്യൂ ഉന്നത കോടതി വിലയിരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് അവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇത് മുമ്പോട്ട് പോകും. ഇത് മുമ്പോട്ട് പോയി ഇനിയിപ്പോൾ ബെഞ്ച് മാറുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് കഴിയുമ്പോൾ ക്രിസ്മസ് കഴിയുമ്പോൾ ചിലപ്പോൾ ബെഞ്ച് മാറുമോ, വേറെ വല്ലതും വരുമോ എന്നറിയില്ല. ഇല്ല എങ്കിൽ അതൊന്നുമല്ലല്ലോ ഈ വിശ്വാസം. അല്ല, ഞാൻ പറഞ്ഞ ഇത് ഒരു സ്ത്രീ വോട്ടും പുരുഷ വോട്ടും എല്ലാം വരും. കാരണം അക്കാര്യത്തിൽ ജനങ്ങളെ ഏൽപ്പിച്ച സമ്പത്ത് സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. 1. 2, അതിൻ്റെ കൊള്ളയിൽ കൂട്ടുന്നു. പരാജയപ്പെടുന്നല്ല, അറിയാതെ രാത്രി കള്ളം കൊണ്ടുപോയി എന്നല്ല. ഒരു രാത്രി ആരെങ്കിലും വന്ന് ശബരിമലയിലെ ബിംബം ഒട്ടിച്ചുകൊണ്ടെങ്കിൽ ആർക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അന്വേഷിച്ച പ്രതിയെ കണ്ടെത്തിയാൽ മതി. ഇനി ഈ സമ്പത്ത് തിരിച്ചു പിടിക്കുന്നതിന് എവിടെ തിരിച്ചു പിടിക്കുന്നു? ഇനി വേണമെങ്കിൽ പകരം സ്വർണം വയ്ക്കാം. പക്ഷെ പകരം സ്വർണം വെച്ചുകൊണ്ട് ശബരിമലയിൽ സ്വർണ്ണമാവില്ല. ഇപ്പം ഭഗവാന്റെ കോളയ അല്ലെങ്കിൽ
ഇത് എടുത്ത് സ്വർണം കൊണ്ടുപോയിട്ട് വേറെ സ്വർണം കൊണ്ടുവച്ചാൽ അതുപോലല്ലോ, അതുപോലും പോലും ചെയ്തെന്താന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചു കൊണ്ടുവന്നത് തൊണ്ടി മുതല, പക്ഷെ അതും എടുത്ത് വീണ്ടും ഫിക്സ് ചെയ്യുന്ന പരിപാടി. അല്ല, ഒന്ന് മറ്റേ ഇയാളുടെ നമ്മുടെ ഇയാള് വിജയമലിയെ കൊടുത്ത സാധനം കൊണ്ടുപോയി, അത് മാറ്റി, പൊതിഞ്ഞത് മാറ്റി, ക്ലാഡ് മാറ്റി, അവിടുന്ന് തുടങ്ങുന്നു അതിന്റെ ചതി. അത് ചെമ്പാണ് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ചെമ്പേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണല്ലോ ഇതുവരെയുള്ള മൊഴി. നമുക്കറിയില്ല ആര് പറഞ്ഞത് സത്യം എന്നുള്ള അറിയില്ല. അപ്പൊ ചെമ്പാണെന്നാണ് പത്മകുമാർ ഒപ്പിട്ടത്, പച്ചമഷിയിൽ ചെമ്പാണെന്ന് ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ പച്ചമഷിയിൽ ഒപ്പിട്ട ചെമ്പുണ്ടെങ്കിൽ അപ്പോൾ അതിനു മുമ്പുള്ള സ്വർണ്ണം എവിടെ എന്നുള്ള ചോദ്യമാണല്ലോ മർമ്മപ്രധാനമായിട്ട് തന്നെ. ഇനി അത് മാത്രം തീർന്നില്ല, ഇപ്പോഴത്തെ ബോർഡ്, ഇപ്പോഴത്തെ ജയകുമാർ സാറിന് മുമ്പുള്ള ബോർഡ്, പ്രശാന്തിന്റെ ബോർഡ്, അതിന് തിളക്കം കുറഞ്ഞതുകൊണ്ട് അതേ ആളൊക്കെ തന്നെ കൊടുക്കാൻ പറഞ്ഞല്ലോ. അപ്പൊ അത് ഇത് മറയ്ക്കാനാണോ എന്ന് ഹൈക്കോടതി സംശയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ചിത്രം ഗവൺമെന്റിനെതിരാണ്, പാർട്ടിക്കെതിരാണ്, CPM-നെതിരാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും. പക്ഷേ രണ്ടാമത്തെ ചോദ്യം, അതിന് ഗുണം ആർക്ക് കിട്ടും എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാവുന്നത്. അതിന് ഒന്നാമത്തെ കാര്യം, എപ്പോഴും ഇപ്പോൾ ഒരു പാർട്ടിയെ നമ്മൾ തോൽപ്പിക്കാൻ തീരുമാനിച്ചാൽ ജയിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ആളുകളുടെ അടുത്ത് ചേരും. അതാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. BJP-യും UDF-ഉം ഭയങ്കരമായി ശബരിമല ബഹളം നടത്തി. പക്ഷേ ഗുണം കിട്ടിയത് UDF-ന്. BJP-ക്ക് ഒരു ചെറിയ ഷോട്ട് കൂടുതൽ കിട്ടിയെന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആരാ ജയിക്കാൻ സാധ്യതയുള്ളത്? ജയിക്കാൻ സാധ്യതയുള്ളത് ഹൈബീഡനാണ് എറണാകുളത്ത് ജയിക്കുകയെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ CPM തോൽക്കണം എന്നുള്ള എല്ലാവരും പോയി ഹൈബീഡിന് വോട്ട് ചെയ്യും. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം BJP-ക്ക് വിജയിക്കാൻ കഴിയും എന്നുറപ്പുള്ള കുറച്ച് മണ്ഡലങ്ങളിലേ ഉള്ളൂ. എന്തായാലും കേരളത്തിൽ 2026 ഭൂരിപക്ഷം കിട്ടി ഭരിക്കുമെന്നുള്ളത് അവർ പോലും പറയാൻ പറ്റില്ല. അപ്പോൾ ആ കുറച്ച് മണ്ഡലങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവാം. അല്ലെങ്കിൽ വരാൻ പോകുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് പ്രതിപക്ഷം. നമുക്കിപ്പോൾ അവർ എത്ര വീക്കാവട്ടെ, ഇപ്പം ഞാൻ പറയാറുണ്ട്, എനിക്ക് 2001 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രാമചന്ദ്രൻ നല്ല ഓർക്കുണ്ടാവും. ആന്റണി മുഖ്യമന്ത്രിയായി വന്ന തെരഞ്ഞെടുപ്പ്. അന്ന് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഒരു സമരവും നടത്തിയില്ല, ഒന്നും ചെയ്തില്ല. നായനാർ ഗവൺമെന്റ് അത്ര മോശമൊന്നും ആയിരുന്നില്ല അന്ന്. പക്ഷേ ഭരണത്തിൽ വരികയാണ്. അന്ന് ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം അന്ന് നായനാർ ഗവൺമെന്റ് ഇന്നത്തെ പോലെയൊന്നും അല്ലല്ലോ. കുറച്ച് സെൻസിബിളായി പ്രവർത്തിച്ചിട്ടുണ്ട്, ജനകീയാസൂത്രണം നന്നായി നടപ്പാക്കിയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട് അടിത്തട്ടിൽ വേരുണ്ടായിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അന്ന് ഞാൻ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഇലക്ഷൻ വന്നപ്പോൾ ഠഗേന്ന് ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ്. ഞാൻ പറഞ്ഞത് അത്തരത്തിലൊരു വികാരം. അതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷം മോശമാണെന്നോ പ്രതിപക്ഷത്തിൽ തല്ലുണ്ടെന്നോ ഇതൊന്നും ഒരു സാധാരണ വോട്ടറെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. എൻ്റെ മുമ്പിൽ ശബരിമലയുണ്ട്, ഇത് കട്ടവനൊരു പണി കൊടുക്കണം. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഇത് ഭയങ്കരമായിട്ടൊരു ഈ വിശ്വാസം ഒരു വികാരമായി രൂപപ്പെട്ടാൽ വലിയൊരു കൊടുങ്കാറ്റ് ആവുന്നുള്ളത്. വലിയ കൊടുങ്കാറ്റ്. ഇതിലൊന്നും CPM-ന് കണക്കാക്കാൻ പറ്റാത്ത കൊടുങ്കാറ്റം. മാത്രമല്ല അത് ഇന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ ഇതിന് മുമ്പ് തോറ്റ പോലെയല്ല. ഇന്ന് തോറ്റാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരാളെ തോൽക്കുന്നുള്ളൂ, ഒരാൾ തോറ്റാലും പാർട്ടി തോറ്റത്. എനിക്ക് ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈ ഒരു കണക്ക് കൂട്ടൽ പാർട്ടിയുടെ അകത്ത് തന്നെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഇളവ് കൊടുത്തിട്ടുള്ള പിണറായി വിജയൻ മത്സരിക്കണ്ട എന്ന് പറയാനുള്ള ചങ്കുറപ്പുള്ള ആരെങ്കിലും പാർട്ടിയിലുണ്ടോ? അങ്ങനൊരു തീരുമാനം പാർട്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിണറായി വിജയൻ ഇല്ലാത്തൊരു CPM മത്സരിക്കാൻ അവർ തയ്യാറാവില്ല. അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ തീരുമാനിക്കണം എനിക്ക് വേണ്ട, ഞാൻ വേണ്ട. അതിന് സാധ്യത കുറവാണ്. കാരണം ഒന്ന്, ഈ കേസും ഇതൊന്നും ഇല്ലാതായാൽ പിന്നെ പിണറായി വിജയനെ പാർട്ടിക്കാർ പോലും നോക്കില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ നമുക്കറിയാലോ. നേതാവ് കൊള്ളരുതാത്തവനായ പിന്നെ നേതാവിനെ എസ് എ ഡാങ്കെ ഇന്ത്യ രാഷ്ട്രീയത്തിൽ നേരിട്ടിട്ടുള്ള അത്രയും വലിയ നേതാവായിരുന്നു. എസ് എ ഡാങ്കെ ഒക്കെ ഇന്ത്യയിൽ നേരിട്ടിട്ടുള്ള, ഇന്നിപ്പോ നോക്കൂ, എസ് എ ഡാങ്കെ പറഞ്ഞ കാര്യമല്ലേ ഇപ്പൊ CBI ചെയ്യണേ. എസ് എ ഡാങ്കെ അന്ന് പറഞ്ഞതാണ് ആ കാര്യം അടിയന്തരാവസ്ഥ തെറ്റാണെന്ന്. അല്ല വെച്ചാൽ അതിനെ ഇപ്പൊ അടിയന്തരാവസ്ഥക്കെതിരായി അതൊക്കെ അന്ന് നമുക്ക് ചർച്ച ചെയ്ത കാര്യമാണ്. അവസാനം എസ് എ ഡാങ്കെ പറഞ്ഞതല്ലേ ഇപ്പോൾ രാജയ്ക്ക് ചെയ്യേണ്ടി വരണേ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് കോൺഗ്രസ് മുഖ്യ ശത്രു എന്നൊക്കെ പറയുന്ന പ്രിൻസിപ്പിള് എന്നൊക്കെ മാറ്റി കോൺഗ്രസ് ആണല്ലോ ഏറ്റവും പ്രധാന സഖ്യം. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഭാവി ഒട്ടും ശോഭനമല്ല. അല്ല, അത് ശോഭനമല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇത് തന്നെയാണ്. കാരണം ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങൾ എന്നൊക്കെ ഇവർ പറയുമ്പോഴും അനുഭവവേദ്യമായ
നല്ല കാര്യങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ദേശീയപാത അടക്കമുള്ള വിഷയങ്ങൾ ഞാൻ നോക്കി. ദേശീയപാത പണിയൊന്നും പിന്നെ പറഞ്ഞു. ഇപ്പോൾ റീലിടില്ലല്ലോ മനുവിൻ്റെ, റീലില്ലല്ലോ, എൻ്റെ ദേശീയപാതയുടെ റീലിൽ നിന്ന് അതാ പറഞ്ഞേ. അപ്പം അതുപോലെ തന്നെയാണ് ദേവസ്വം ബോർഡ്. അപ്പൊ അയ്യപ്പൻ നിലനിൽക്കുകയും മറ്റേ പത്മകുമാറിന്റെ ദൈവം തോക്കുകയും ചെയ്യും. പത്മകുമാറിൻ്റെ ദൈവം, ഞാൻ സത്യത്തിൽ പാവം പത്മകുമാറാണ്. ശബരിമല സ്ത്രീപ്രവേശനം വന്നപ്പോൾ അതിനെ എതിർത്ത് ഒരു CPM കാരൻ പത്മകുമാറാണ്. ഓർമ്മയുണ്ടാവും. എൻ്റെ വീട്ടിലുള്ളവർ പോയില്ലാന്ന്. പക്ഷെ എന്നിട്ടും അയ്യപ്പൻ കൈവിട്ടു എന്നുള്ളതാണ് എൻ്റെ ഒരു ഞെട്ടൽ. എങ്ങനെയാണ്? സാക്ഷാൽ ഭക്തനാണ്. പക്ഷേ ഭക്തൻ എന്ന് പറഞ്ഞാൽ അയാളൊരു അടിമയും അയാൾക്ക് മുകളിലുള്ള ബോസ് തീരുമാനിച്ചതാണല്ലോ അയാൾ നടപ്പാക്കിയെന്നുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കേണ്ടി വരും. എൻ്റെ ബോസ് ചെയ്യുന്ന കാര്യത്തിന് ഞാൻ ഉത്തരവാദിയാണല്ലോ, വേറെ അർത്ഥത്തിൽ ഒരു ലയബിലിറ്റി ഉണ്ടല്ലോ. അതുകൊണ്ട് ചെന്നതാണ്. യഥാർത്ഥത്തിൽ CPM അടിപടലം പോകാനുള്ള സാധ്യതയാണ് ഇന്നത്തെ നിലയ്ക്ക് ഞാൻ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.